ഹായ് ഹലോ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഈവനിങ്ങും പിറ്റേ ദിവസത്തെ രാവിലെയും കൂടെ കൂട്ടിയിട്ട് ഒരു ചെറിയ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഒരു 3-3:30 ആയപ്പോൾ ഞാനും മോനും കൂടെ പുട്ട് കഴിക്കുകയാണ്. പുട്ടും കട്ടൻ ചായയും. എനിക്ക് ഒരു ദിവസം പുട്ടുണ്ടാക്കിയാൽ പിന്നെ ആ ദിവസം ഫുള്ള് ഞാൻ പുട്ട് കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പുട്ടും തേങ്ങയും മതി കേട്ടോ, വേറൊന്നും വേണ്ട. പിന്നെ ഞാൻ കൊച്ചും കൂടെ കുറേ നേരമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അവൻ അപ്പുറത്തെ അമ്മാമ്മേൻ്റെ വീട്ടിൽ പോയിട്ടോ. വൈകുന്നേരത്തേക്ക് കോവയ്ക്ക ഉപ്പേരി ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അത് വെറുതെ മെഴുക്ക് പുരട്ടി പോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും സവാളയൊക്കെ ഇട്ടിട്ട് മെഴുക്ക് പുരട്ടി പോലെ ആക്കി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വന്നിട്ട് ഫോണിൽ നോക്കിയിട്ട് എന്താ പറയുക, ഓരോരോ കോപ്രാഞ്ചങ്ങൾ കാണിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. അതൊക്കെ ഒച്ച വെച്ചാൽ നിങ്ങൾ ഓടും, അതുകൊണ്ട് ഞാൻ വെക്കാത്ത കേട്ടോ. അതൊക്കെ വേറൊന്നുമല്ല, ഞാൻ ഭയങ്കരമായിട്ട് എന്തോ ഒരു ടെൻഷനും ഭയങ്കര ഒരു വിഷമവും ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ ഒരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ സ്വയം എൻ്റർടൈൻ ചെയ്യുന്നതാണ് ഇങ്ങനെ ഓരോരോ കോപ്രാഞ്ചങ്ങളൊക്കെ കാണിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർത്തത് ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിക്കുന്നത്. അപ്പോൾ 2 ദിവസമായി കൊണ്ടുവന്നിട്ട് കുറച്ചേ കഴിക്കാറുള്ളൂ. അപ്പോൾ പകൽ തന്നെ മോന് കുറേ 4 പ്രാവശ്യമൊക്കെ ഇച്ചിരി കൊടുത്തു. അപ്പോൾ അവനില്ലാത്ത സമയം നോക്കി ഞാൻ കുറച്ചടിച്ച് മാറ്റി. മൊത്തത്തിലെടുത്തില്ല കേട്ടോ. മൊത്തത്തിലെടുത്താൽ ചിലപ്പോൾ അവരെന്നെ ഓടിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഐസ്ക്രീം എടുത്തപ്പോൾ ആദ്യമൊന്നും ഞാൻ ഞെട്ടി. അതുപോലത്തെ എന്താ പറയുക, ഒരു പുകയൊക്കെ വന്നു. അപ്പം ഞാൻ ശരിക്കും ഞെട്ടി. ഇതെന്താ ഇങ്ങനെയെന്ന്. ഭയങ്കര തണുപ്പായിരുന്നതുകൊണ്ടോ ഏതോ അതായിരിക്കും, ഒന്നാകെ ഞെട്ടി. പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ എടുത്ത് അങ്ങനെ തിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ മധുരമൊക്കെ ഒഴിവാക്കണം, ഫുഡ് കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാറില്ല കേട്ടോ. ഇപ്പോഴേ, അതായത് ഡെലിവറിക്ക് ശേഷം അങ്ങനെയുള്ള മെൻ്റൽ കപ്പാസിറ്റിയും ഇല്ല, ബോഡിക്കും ഇല്ല അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഇല്ല. എക്സസൈസ് ചെയ്യാൻ പറ്റാറില്ല. ഡയറ്റൊക്കെ തുടങ്ങിയാലും തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. എന്തൊക്കെയോ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഡെലിവറിക്ക് മുമ്പൊന്നും എനിക്കത്ര അത്ര നല്ല ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ലപോലെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഡെലിവറിയും 2 അബോർഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും കപ്പാസിറ്റി ഇല്ലാത്ത അവസ്ഥയായി. പിന്നെ ഞാനൊരു 7 മണി 7:30 ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ചോറും കോവയ്ക്ക ഉപ്പേരിയും കൂടെ കഴിച്ചു. അവിയലുണ്ടായിരുന്നു, അതെടുത്തില്ല, അത് വേണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ കരുതിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഞാനും മോനും കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നു. അപ്പോൾ എനിക്ക് 8ൻ്റെ പണി കിട്ടി. ചെമ്മീനാണോ കൊഞ്ചാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം മീനിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് ഞാൻ കേട്ടോ. പേരൊന്നും അറിയാറില്ല. അപ്പോൾ ചിലതിൽ ഭയങ്കരമായിട്ട് പച്ച വേസ്റ്റ് ഉണ്ടാവും, നൂല് മാത്രമല്ല. ചിലതിൽ എന്നാൽ നൂലും നൂല് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എങ്ങനെയൊക്കെയോ ക്ലീനാക്കി 10 വട്ടം കഴുകിയൊക്കെ എടുത്തു. എന്താ ഓരോരുത്തർ ചെമ്മീനൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എന്തോ പറ്റുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ പേടിയാട്ടോ. എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാലും നല്ലപോലെ ക്ലീനാക്കിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഞാൻ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ തന്നെ ചോറും കഴിച്ചു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ കഴിക്കാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ അവരൊക്കെ പോയി കിടന്നു. ഞാൻ അന്നേരം വന്നിട്ട് ഒരു ബുക്കെടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചു. വായനയൊക്കെ എപ്പോഴുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വായിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അവരൊക്കെ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന നോവലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പകുതിയോളം ആയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഫോൺ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ പോകുമല്ലോ. എല്ലാവരുടെയും പോകുമെന്നറിയില്ല, എൻ്റെ എന്തായാലും പോകും. വേറെ എന്തെങ്കിലും റീൽസ് കാണാൻ തോന്നും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഫോൺ അവിടെ വെച്ചിട്ട് ഞാനതൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നല്ലപോലെ വായിച്ചു കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കിടന്നു. കാരണം ഒത്തിരി നേരമൊന്നും വായിക്കാൻ എനിക്ക് തോന്നിയില്ല. കുറച്ച് നേരം വായിച്ചു. പക്ഷേ എപ്പോഴും എൻ്റെ മൂഡ് എപ്പോഴും ബെറ്ററാക്കി തരുന്നതും ഈ വായന തന്നെയാണ് കേട്ടോ. വായന, അതുപോലെ പാട്ട് കേൾക്കുന്നത് എനിക്ക് എപ്പോഴും പോസിബിൾ ആവാറില്ല കേട്ടോ. പിന്നെ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെയാണ്, ഒരു 7 മണിയായി ഞാൻ ശരിക്കും എഴുന്നേറ്റപ്പോൾ. രാത്രി ഒന്നും ഉറക്കമില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ആൾ കുളിക്കാനുള്ള വെള്ളം വെക്കുകയും ചായ വെച്ച് കുടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നൊരു ഗ്രീൻ ടീ ഒക്കെ ഇട്ടു. ഞാനിന്ന് കുളിച്ച് വിളക്കൊന്നും കത്തിച്ചൊന്നുമില്ല. രാവിലെ ഞാനൊരു ഗ്രീൻ ടീ ഒക്കെ ഇട്ട് ആദ്യമേ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മോൻ ഇന്നലെ ഒരു മറ്റേ ഓനിയൻ റിങ്സോ അങ്ങനെ എന്തോ ഒരു സാധനമില്ലേ, ഈ മറ്റേ ലേസ് പോലെ തന്നെയുള്ള സംഭവം,
അങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കവറ് പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ കവറ് പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്തൊരു പമ്പരം പോലത്തെ ഒരു സാധനം ഉണ്ടായി കേട്ടോ. അതാദ്യം പമ്പരാണോയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചുമ്മാ വെച്ചങ്ങ് കറക്കി നോക്കിയപ്പോൾ പമ്പരം പോലെ എനിക്ക് അത് തോന്നി. അപ്പോൾ ഞാൻ അവനെ അതൊക്കെ ഇങ്ങനെ ആക്കി കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവന് പിന്നെ അങ്ങനെ ആക്കി കാണിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനത് കറക്കി കാണിച്ചാലും അവന് മതിയാവില്ല. അത് പിന്നെയും കറക്കാൻ എന്നോട് പറയും. അപ്പോൾ രാവിലെ പുള്ളി അത് തന്നെ കേട്ടോ കഴിച്ചത്. ഞങ്ങളങ്ങനെ എപ്പോഴും അങ്ങനത്തെ സാധനമൊന്നും വാങ്ങിച്ചു കൊടുക്കലില്ല. വല്ലപ്പോഴും എങ്ങാനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ, പിള്ളേരല്ലേ, എന്തെല്ലെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുമ്പോൾ തിന്നണം. നമുക്കും അങ്ങനത്തെ ഓരോ തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ചായപ്പോൾ എനിക്ക് വയ്യാണ്ടായി. എനിക്ക് മനസ്സിലായി ഇത് ഒരു നടക്കി പോകില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഒരെണ്ണം എനിക്ക് തരുമോയെന്നൊക്കെ ചോദിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരെണ്ണമൊക്കെ അടിച്ച് മാറ്റി ചാടിങ്ങ് പോന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. റവ മേടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. പച്ചരിയൊക്കെ തീർന്നു കേട്ടോ. പുട്ടിൻ്റെ കഷ്ടകാലം അല്ല, പുട്ടിൻ്റെ നല്ല കാലം. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയപ്പോൾ സാധാരണ ഉപ്പുമാവിൽ ഞാൻ ക്യാരറ്റൊന്നും അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇടലില്ല. എനിക്ക് അല്ലാതെ ഒന്നും ഇടാത്ത സാധാരണ ഉപ്പുമാവാട്ടോ ഇഷ്ടം. ആ നേരം കൊണ്ട് അനിയേട്ടൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചായിരുന്നേ. എല്ലാ ദിവസവും ഇല്ല, മിക്കപ്പോഴും ഞാനും എല്ലാവരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കറിവേപ്പിലില്ല, ക്യാരറ്റും ഇഞ്ചിയും അതുപോലെ പച്ചമുളക് ഉള്ളിയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അതിനിടയ്ക്ക് വീണ്ടും അടുത്ത കവർ എടുത്തുകൊണ്ട് വന്നു. അന്നേരം മാർവലിൻ്റെ ഒരു ബാഡ്ജ് കിട്ടി കേട്ടോ അതിനകത്തുനിന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തു. അതിങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ ഓരോന്ന് കൊണ്ടുവരും. അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്വൈര്യമുണ്ടാവില്ല. നമ്മൾ എടുക്കണ പണി മര്യാദയ്ക്ക് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതേ ചൂടോടെ തന്നെ അവന് കൊടുത്തു. അപ്പോൾ അവന് കൊടുക്കാൻ നേരത്ത് ഞാൻ എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ നിലത്ത് കിടന്നിട്ട് ഒരു പറവയെ ഊതി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അതിന് ഊതി പറപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കിട്ടണ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കൊടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കും. ആദ്യമൊക്കെ തന്നെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. പ്ലേറ്റിൽ കൊടുത്താൽ നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും കഴിക്കാൻ ഭയങ്കര മടിയായി. പിന്നെ ഫോണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഞാൻ അധികം കൊടുക്കാറൊന്നുമില്ല കേട്ടോ. ഫുഡ് കഴിക്കാതെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രം കൊടുത്തു തുടങ്ങിയത്. ഇപ്പോൾ പിന്നെ ഞാനത് അവോയ്ഡ് ചെയ്തു. പകൽ ഞാൻ ഫോണ് കൊടുക്കലേ ഇല്ല. കഴിച്ചില്ലേലും വേണ്ടില്ല എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പുമാവൊക്കെ ആക്കിയിട്ട് അവന് അപ്പുറത്തെ അമ്മാമ്മയുടെ അടുത്ത് കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞും ഭക്ഷണം കഴിച്ചാലേ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ എടുത്തു, അതേ പാത്രത്തിൽ തന്നെ ഞാനും എടുത്തു. വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ആരെയും. അപ്പോൾ അങ്ങനെ ഉപ്പുമാവൊക്കെ കഴിച്ചു. ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ വ്ളോഗ് കേട്ടോ. കഴിഞ്ഞ തലേന്ന് മുതൽ ഇന്ന് രാവിലെ വരെയുള്ള വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വ്ളോഗൊന്നും അങ്ങനെ കറക്റ്റ് കാര്യമായിട്ട് എടുത്ത് ഇടാനൊന്നും എനിക്കറിയത്തില്ല, എന്നാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാവേ, നമുക്കൊരു ക്ലോത്തിൻ്റെ പേജും കൂടെ ഉണ്ട്, ഹോട്ട് കോച്ചർ 92. അതിൻ്റെ ചാനലും കൂടെ നിങ്ങൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.